ചെങ്ങമനാട് കപ്രാശ്ശേരിയിൽ 10ാം ക്ലാസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നു. കുട്ടിയുടെ അമ്മയുടെ ഫോൺ പരിശോധിച്ചപ്പോൾ അതിൽ ഡെവിൾ എന്നൊരു ഗെയിം. അച്ഛൻ്റെ ഫോണിൽ നിന്ന് രഹസ്യ നമ്പർ ഉപയോഗിച്ച് നിരവധി ഓൺലൈൻ ഗെയിമുകൾ. അതേ ദിവസം കൊടുങ്ങല്ലൂരിൽ 4 കുട്ടികൾ ബോധം കെട്ട് വീഴുന്നു. അവരും 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ. 3 പെൺകുട്ടികളും ഒരു ആൺകുട്ടി. അവർ യൂട്യൂബിൽ നിന്ന് ഹിപ്നോട്ടിസം പ്രാവർത്തികമാക്കാൻ നോക്കി ബോധം കെട്ട് വീണവരാണ്. ആദ്യത്തേത് കൊലപാതകവും രണ്ടാമത്തേത് കൊലപാതക ശ്രമങ്ങളുമാണ്. കുട്ടികളെ കൊലയ്ക്കു കൊടുക്കുന്ന ചതിക്കുഴികൾ എവിടെയൊക്കെയാണെന്ന് അറിയാതെ പരക്കെ പായുകയാണ് രക്ഷിതാക്കളും അധ്യാപകരും. പുതിയ തലമുറ ഓൺലൈനായി പോകുന്ന വഴികളുടെ പാതി ദൂരം പോലും മുതിർന്നവർക്ക് എത്താൻ കഴിയുന്നില്ല. സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നു. എങ്ങനെ എത്തും ഈ കുട്ടികൾക്കൊപ്പം? ഗൂഗിൾ മാപ്പിട്ട് സഞ്ചരിച്ചു തുടങ്ങിയതോടെ സ്വന്തം വീട്ടിലേക്കും ഓഫീസിലേക്കുമുള്ള വഴി മറന്നു പോകുന്നവരെ കുറിച്ച് യുവാൽ നോവ ഹരാരി എന്ന എഴുത്തുകാരൻ പറയുന്നുണ്ട്. വഴി മാത്രമല്ല മറന്നു പോകുന്നത്, ആ യാത്രയിൽ ഇരുവശത്തുമുള്ള കാഴ്ചകളൊന്നും കാണില്ല. കാർ ഡാഷ്ബോർഡിലെ സ്ക്രീനിലെ നീങ്ങുന്ന കളിപ്പാട്ട വാഹനത്തിനൊപ്പം നമ്മുടെ കാറും പോവുകയാണ്. ഗൂഗിൾ മാപ്പ് പ്രവർത്തിക്കുന്നിടത്തോളം വഴി ഓർത്തുവെച്ച് മെനക്കെടേണ്ടതില്ല. തലച്ചോറിന്റെ അത്രയും പ്രവർത്തനം ലാഭമാവുകയാണ്. പക്ഷേ പെട്ടെന്ന് ഗൂഗിൾ മാപ്പ് പ്രവർത്തനം നിലച്ചാലോ? നമ്മുടെ മസ്തിഷ്കം അപ്പോൾ ശൂന്യമായിരിക്കും. ഓൺലൈൻ ഗെയിമുകളും ഇങ്ങനെയാണ്. ആ ഗെയിം കൊണ്ടുപോകുന്ന ദിശയിൽ നമ്മൾ വിജയശ്രീ ലാളിതരായി പോയിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് ജീവൻ പോകുന്ന ഒരു നിമിഷം വരുമ്പോൾ സ്ഥലകാല ബോധം ഉണ്ടാകില്ല. അവിടെ എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ വരുന്നു. നിരുപാധികം മരണത്തിന് കീഴടങ്ങുകയല്ലാതെ വേറെ വഴിയില്ലാത്ത നിമിഷം. ആലുവ ചെങ്ങമനാട് മരിച്ച കുട്ടി ഉപയോഗിച്ചിരുന്നത് അമ്മയുടെയും അച്ഛൻ്റെയും ഫോണാണ്. അച്ഛൻ്റെ ഫോണിൽ ഒരു അജ്ഞാത നമ്പർ ഉപയോഗിച്ച് ഗെയിം കളിച്ചു. അമ്മയുടെ ഫോണിൽ ഡെവിൾ എന്നൊരു ഗെയിമും കളിക്കുന്നുണ്ടായിരുന്നു. സംഭവ ദിവസം സ്കൂളിൽ നിന്ന് മടങ്ങുമ്പോൾ കുട്ടി അച്ഛനെ വിളിച്ചു. വിമാനത്താവളത്തിൽ ടാക്സി ഡ്രൈവറായ അച്ഛൻ ഉടൻ എത്തുമെന്ന് അറിയിച്ചു. അവർ മംഗലാപുരത്ത് പഠിക്കുന്ന സഹോദരിയെ കാണാൻ പോകാനിരുന്ന ദിവസമാണ്. അച്ഛനെത്തുമ്പോൾ കുട്ടി മരിച്ചു കിടക്കുന്നു. പിന്നീട് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഗെയിമിലെ ഒടുവിലെ ടാസ്കായിരുന്നു ആ മരണത്തിന് കാരണം എന്ന് സ്ഥിരീകരിച്ചത്. അച്ഛൻ്റെയും അമ്മയുടെയും ഫോൺ ഉപയോഗിച്ച് ആ 10ാം ക്ലാസ്സുകാരൻ താണ്ടിയ ദൂരം അവർ അറിഞ്ഞില്ല. അറിയാത്ത കാടുകൾ കയറിപ്പോയി ചുഴിയിൽപ്പെടുന്നത് പോലെ ഒരു മരണമാണ് അത്. കൊടുങ്ങല്ലൂരിൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ഉച്ചഭക്ഷണ സമയത്താണ് 10ാം ക്ലാസ്സിലെ 2 പെൺകുട്ടികൾ ബോധരഹിതരാകുന്നത്. പിന്നാലെ ഒരു ആൺകുട്ടിയും. വെള്ളം തളിച്ചെങ്കിലും ബോധം തിരികെ വന്നില്ല. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകിയതോടെ 3 പേരും ബോധം വീണ്ടെടുത്തു. അധ്യാപകർ സ്കൂളിൽ മടങ്ങിയെത്തിയപ്പോഴാണ് 4ാമത്തെ പെൺകുട്ടി ബോധം കെടുന്നത്. ഈ കുട്ടിയെയും ആശുപത്രിയിൽ എത്തിച്ചു. ആദ്യത്തെ 3 പേർ ഒന്നിച്ചും 4ാമത്തെ കുട്ടി ഒറ്റയ്ക്കും ഹിപ്നോട്ടിസം പരീക്ഷിച്ചു എന്നാണ് പിന്നീട് വ്യക്തമായത്. യൂട്യൂബിൽ കണ്ടതുപോലെ കഴുത്തിലെ ഞരമ്പിൽ ബലം പ്രയോഗിച്ചപ്പോഴാണ് ബോധം കെട്ട് വീണത്. ഇങ്ങനെ ബോധം നഷ്ടപ്പെട്ടാൽ അപകടങ്ങൾ പലതാണ്. ചിലപ്പോൾ ഒരിക്കലും ബോധത്തിലേക്ക് വരാതെ കോമയിൽ കിടക്കേണ്ടി വരാം. മറ്റു ചിലപ്പോൾ മരണത്തിന് വരെ കാരണമാകാം. വിദഗ്ധർ മാത്രം ചെയ്യേണ്ട വൈദ്യശാസ്ത്ര രീതികൾ കുട്ടികൾ പരീക്ഷിക്കുകയാണ്. ഇതിനെ കൗമാര സഹജമായ സാഹസികത എന്ന് വിളിക്കാൻ കഴിയില്ല. നീന്തൽ അറിയാത്തവർ പുഴയിൽ ചാടുന്നത് സാഹസികതയല്ല, സ്വയം ഹത്യയാണ്. പുഴയിൽ ചുഴിയുള്ള ഭാഗങ്ങൾ കുട്ടികൾക്ക് മുതിർന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കാം. എന്നാൽ ഓൺലൈൻ ചതിക്കുഴികളെക്കുറിച്ച് മുതിർന്നവർ അറിയുന്നില്ല. രക്ഷിതാക്കൾ വാട്സാപ്പ് ഗ്രൂപ്പുകളിലെ പ്രത്യയശാസ്ത്ര ചർച്ചകളിൽ മുഴുകുമ്പോൾ കുട്ടികൾ പോകുന്നത് മറ്റേതോ ലോകത്തേക്കാണ്. ഇപ്പോഴും 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലുമൊക്കെ പഴത്തൊലി റോഡിൽ എറിയരുത്, പിന്നാലെ വരുന്നവർ തെന്നി വീഴും എന്ന അധ്യായങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഫോണിൽ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ അരുത് എന്ന് ഒരു പാഠവും ആരും നൽകുന്നില്ല. ഫോൺ നിഷേധിക്കുന്നത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ലഹരി തേടി പോകുന്നത് പോലെ അത് ലഭിക്കുന്നിടത്തേക്ക് കുട്ടികളെത്തും. വൈദ്യുതി സോക്കറ്റിൽ കൈയിടരുത് എന്ന് കുട്ടികളെ പഠിപ്പിക്കാം. ലൈറ്റും ഫാനും ഇടാൻ പഠിപ്പിക്കുകയും വേണം. ഫോണും സാങ്കേതിക വിദ്യയും കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ടതും ഇങ്ങനെയാണ്.
തലമുറയ്ക്ക് അറിവ് നേടാൻ വായനശാലകൾ മാത്രമായിരുന്നു വഴി. ശാസ്ത്രത്തിലെ പുതിയ കണ്ടെത്തലുകൾ അറിയാൻ ശാസ്ത്ര പത്രികകൾ മാത്രമായിരുന്നു ആശ്രയം. അതൊന്നും നാട്ടിൻപുറങ്ങളിൽ എത്തിയിരുന്നുമില്ല. ഇന്ന് ഓരോ വീട്ടിലും എത്തുന്നുണ്ട് തത്സമയ അറിവുകൾ. അതിലേക്ക് കുട്ടികളെ ഒന്ന് തിരിച്ചുവിടുക മാത്രമാണ് രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. ഇന്നത്തെ കുട്ടികളുടെ മനസ്സ് അതിവേഗം സഞ്ചരിക്കുന്നുണ്ട്. അതിന് പിന്നാലെ പോയി തടഞ്ഞു നിർത്താനൊന്നും പഴയ തലമുറയ്ക്ക് സാധിച്ചെന്ന് വരില്ല. ഫോണിലെ അറിവിലേക്കും മൈതാനങ്ങളിലെ കളികളിലേക്കുമാണ് കുട്ടികളെ നയിക്കേണ്ടത്. കുംഫുവും കരാട്ടയും കാൽപന്തും ക്രിക്കറ്റും അവർ മൈതാനങ്ങളിൽ കളിച്ച് സാഹസികത തെളിയിക്കട്ടെ. കേംബ്രിഡ്ജും ഓക്സ്ഫോർഡും പകർന്നു നൽകുന്ന അറിവുകൾ ഓൺലൈനായും പഠിക്കട്ടെ. ഈ വേർതിരിവ് ഉണ്ടായില്ലെങ്കിൽ ബ്ലൂ വെയിൽ അപകടങ്ങൾ ഇനിയും ആവർത്തിക്കും. ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി. നമസ്കാരം.